എന്നാണ് എനിക്കെന്റെ മക്കളെ കാണാൻ പറ്റുന്നത്? ഒരു നെടുവീർപ്പോടെ അമ്മ ദൂരെ ഗേറ്റിലേക്ക് നോക്കി. ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു സരസ്വതിയമ്മ. വിവാഹം കഴിഞ്ഞപ്പോഴേക്കും വലിയ സ്വപ്നങ്ങളോടെ പുതിയ വീട്ടിലേക്ക് കടന്നു. കഷ്ടപ്പാടുകൾക്കിടയിലും ഭർത്താവിനോടൊപ്പം അവൾ സന്തോഷത്തോടെ ജീവിച്ചു. കുട്ടികൾ ജനിച്ചു. അവർക്കായി അമ്മ തന്റെ ഉറക്കം പോലും ത്യജിച്ചു. കുട്ടികളുടെ പഠിത്തകാര്യങ്ങൾക്ക് വേണ്ടി അമ്മ തന്റെ ആഗ്രഹങ്ങൾ പോലും മാറ്റിവെച്ചു. വെറും കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് മക്കൾക്ക് പാല് വാങ്ങിക്കൊടുത്ത കാലം. കുട്ടികളുടെ ഓരോ ചിരിയും വിജയവും തന്നെയായിരുന്നു അമ്മയുടെ ലോകം. എന്റെ മക്കൾ വലിയവരാവണം എന്നത് മാത്രമാണ് അവളുടെ സ്വപ്നം. മക്കൾ സെറ്റിലായി. അച്ഛന്റെ മരണശേഷം അമ്മയിൽ നിന്നുള്ള വരുമാനവും നിലച്ചതോടെ അവൾ അവർക്ക് ഭാരമായി. അങ്ങനെയിരിക്കെ ആ ദിവസം വന്നെത്തി. ഇളയ മകന്റെ വീട്ടിലാണ് ടേൺ അനുസരിച്ച് അമ്മ അന്ന് നിന്നിരുന്നത്. ഓരോ മാസവും ഓരോ മക്കളുടെ അടുത്ത്. അതാണല്ലോ കണക്ക്. സരസ്വതിയമ്മേ, ആരോ വിളിച്ചത് കേട്ടാണ് അമ്മ ഓർമ്മയിൽ നിന്ന് ഉണർന്നത്. സരസ്വതിയമ്മ എന്താണ് ആലോചിക്കുന്നത്? മക്കളെക്കുറിച്ചായിരിക്കും അല്ലേ? ആർക്കും വേണ്ടാത്തവരല്ലേ ഇവിടെയുള്ളത്? നമ്മളെയൊന്നും ആർക്കും വേണ്ടെന്നേ. നിർവികാരതയോടെ അതും പറഞ്ഞ് അശ്വതി അയയിൽ ഉണക്കാനിട്ടിരുന്ന തുണിയും എടുത്ത് അകത്തേക്ക് പോയി. അമ്മ വീണ്ടും ഓർമ്മകളിലേക്ക് വീണുപോയി. അവരുടെ കണ്ണുകൾ ആരെയോ തിരഞ്ഞു. അവരുടെ ഉള്ളിൽ തിരമാലകൾ ആർത്തിരമ്പി. ആ ദിവസം അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് താൻ ഇളയ മകൻ രാമുവിന്റെ വീട്ടിലായിരുന്നു. രാവിലെ താൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും രാമുവും അവന്റെ ഭാര്യ ലതയും എന്തൊക്കെയോ താൻ കേൾക്കാതെ പറയുന്നത് അമ്മ ശ്രദ്ധിച്ചിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് വിശ്രമിക്കാമെന്ന് വെച്ചാണ് മുറിയിലേക്ക് ചെന്നത്. അവിടെ അവിടെ പതിവില്ലാതെ രാമുവും ലതയും. എന്താ മോനെ? അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. നാളുകൾക്ക് ശേഷം എന്റെ മോൻ എന്റെ അടുത്ത്, അതും എന്റെ മുറിയിൽ. അമ്മ വേഗം റെഡിയാക്, നമുക്കൊരിടം വരെ പോകാം. അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാലങ്ങളായി ഈ വീട് വിട്ടിറങ്ങിയിട്ട് അവർക്ക് സന്തോഷം അടക്കാനായില്ല. മകന്റെ കയ്യിൽ ആ അമ്മ മുറുകെ പിടിച്ചു. തന്റെ ഒപ്പം കയ്യും പിടിച്ച് നടന്നിരുന്ന മകന്റെ ചെറുപ്പകാലമാണ് അമ്മയ്ക്ക് ഓർമ്മ വന്നത്. അമ്മയ്ക്ക് അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും എടുത്തോളൂ. ലതയുടെ സംസാരം കേട്ടാണ് അമ്മ ഓർമ്മയിൽ നിന്നുണർന്നത്. എനിക്കിനി എന്തു വേണം? എന്റെ മോൻ എന്നെ ദൂരേക്ക് കാഴ്ചകൾ കാണാൻ കൊണ്ടുപോകുന്നു. എത്ര കാലമായി ഈ വീട് വിട്ടിറങ്ങിയിട്ട്. ടൂറ് പോകണമെന്ന് രാമുവിന്റെ മക്കൾ പറയുന്നുണ്ടായിരുന്നു. എവിടേക്കായിരിക്കും? കൂട്ടത്തിലെ നല്ല വസ്ത്രം തന്നെ ഉടുക്കണം. അവർക്ക് നാണക്കേടുണ്ടാവരുത്. പഴകിയ അലമാരയിൽ നിന്നും നല്ലതെന്ന് തോന്നിക്കുന്ന 4-5 വസ്ത്രങ്ങൾ അമ്മ ഒരു കവറിലാക്കി. അമ്മേ, ആ കവറ് വേണ്ട, ഈ ബാഗിലോട്ട് വെച്ചോ. അത്ര പുതിയതല്ലെങ്കിലും ഒരു ബാഗ് അമ്മയ്ക്ക് മുന്നിലേക്ക് ലത നീട്ടി. കവറിലിരുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി ബാഗിലാക്കി. കാറിന്റെ ബാക്ക് സീറ്റ് അമ്മയ്ക്കായി ലത തുറന്നു കൊടുത്തു. കുട്ടികൾ ഇതുവരെ റെഡിയായില്ലേ ലതേ? ഇല്ല, കുട്ടികൾ വരുന്നില്ല. അമ്മയുടെ മുഖം മങ്ങി. കുട്ടികളില്ലാതെ അതെന്താ അവരെ കൊണ്ടുപോകാത്തത്? കനത്തിലൊരു നോട്ടമായിരുന്നു രാമുവിന്റെ മറുപടി. വണ്ടി നീങ്ങിത്തുടങ്ങി. അമ്മയുടെ മനസ്സിന്റെ സന്തോഷവും പതിയെ നീങ്ങിത്തുടങ്ങി. എവിടേക്കാണ് പോകുന്നത്? താമസിയാതെ അതിനുള്ള മറുപടി ആ അമ്മയ്ക്ക് കിട്ടി. കിളിക്കൂട് എന്ന ബോർഡ് കണ്ടപ്പോൾ അമ്മയുടെ നെഞ്ചു വിങ്ങി. കിളിക്കൂടിനെ കുറിച്ച് ഈ അടുത്തും വാർത്തയിൽ ഉണ്ടായിരുന്നല്ലോ. ഇവിടുത്തെ ഓണപ്പരിപാടിയല്ലേ ടിവിയിൽ കണ്ടത്? ഇതൊരു ഇതൊരു വൃദ്ധസദനമല്ലേ? ആരുമില്ലാത്തവരുടെ ആശ്രയം. ഇവിടെ ഇവിടെ എന്നെ എന്തിനു കൊണ്ടുവന്നു? എനിക്ക് എനിക്ക് മക്കളുണ്ടല്ലോ. അമ്മ ഇറങ്ങ്. ഞെട്ടലോടെ അമ്മ ലതയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ പ്രത്യേകിച്ച് ഒരു ഭാവഭേദവുമില്ല. കാലുകൾ അനങ്ങുന്നില്ല. എങ്ങനെയോ കാറിൽ നിന്നിറങ്ങി. ആ ബാഗും എടുത്തോ.
ലത പറഞ്ഞു. ബാഗുമെടുത്ത് അമ്മ പുറത്തിറങ്ങി. കാലുകൾക്ക് വല്ലാത്ത ഭാരം. താൻ വീണു പോകുമോ എന്നവൾക്ക് തോന്നി. നീണ്ട ഇടനാഴി കടന്ന് ഒരു മുറിയിൽ 3 പേരും എത്തി. മധ്യവയസ്കയായ ഒരു സ്ത്രീ പരിചയഭാവത്തിൽ രാമുവിനെ നോക്കി ചിരിച്ചു. മാഡം, ഇതാണ്. ആ ആ മനസ്സിലായി. എല്ലാം കൃഷ്ണൻ പറഞ്ഞിരുന്നല്ലോ. അമ്മ ഒരാന്തലോടെ രാമുവിനെ നോക്കി. അപ്പോൾ അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടാണല്ലേ? മൂത്ത മകനാണ് കൃഷ്ണൻ. അമ്മയുടെ മനസ്സ് മരവിച്ചുപോയി. ഒരു സ്ത്രീ വന്ന് അമ്മയുടെ ബാഗും എടുത്ത് നീങ്ങി. ചെന്നോളൂ, മുറി കാണിച്ചു തരും, മധ്യവയസ്ക പറഞ്ഞു. അമ്മ രാമുവിനെ ഒന്ന് നോക്കി. ആ നോട്ടം കണ്ടില്ലെന്ന് നടിച്ച് രാമുവും ലതയും. ഒരു മരപ്പാവയെപ്പോലെ മുന്നേ പോയ സ്ത്രീയുടെ പിറകെ അമ്മ നടന്നു നീങ്ങി. സരസ്വതി അമ്മ ഇതുവരെ ഇവിടുന്ന് എണീറ്റില്ലേ? അശ്വതിയുടെ കിലുക്കാൻ പെട്ടിപോലുള്ള സ്വരം സരസ്വതി അമ്മയെ ഓർമ്മയിൽ നിന്നുണർത്തി. ഇവിടെ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത ഒരുപാട് പേരുണ്ട്. രോഹിണിയെ കൊണ്ടുവന്നത് പെൺമക്കളാണ്. എല്ലാവർക്കും നല്ല ജോലിയുണ്ട്. അമ്മയെ നോക്കാൻ സമയമില്ല അവർക്ക്. പിന്നെ വാസവൻ വാസവൻ ബാങ്കിൽ നല്ല ജോലിയായിരുന്നു. സ്ട്രോക്ക് വന്ന് കിടപ്പിലായതോടുകൂടി ജോലിയും ഇല്ലാതായി. അച്ഛന്റെ ബാങ്ക് അക്കൗണ്ട് കാലിയാണെന്നറിഞ്ഞപ്പോൾ ഇവിടെയാക്കി. പിന്നെ വസന്ത. മക്കളെല്ലാം വിദേശത്താണ്. അവർ ഒരിക്കലും ഇനി വരില്ല. മാസം മാസം പൈസ അയച്ചു കൊടുക്കും. പണമല്ല തങ്ങൾക്ക് വേണ്ടതെന്ന് ഉറക്കെ പറയാൻ സരസ്വതി അമ്മയ്ക്ക് തോന്നി. ഇവിടെ എല്ലാവർക്കും സന്തോഷമാണെങ്കിലും ഓരോരുത്തരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യമുണ്ട്. എന്റെ മക്കൾ വരുമോ? എന്റെ മക്കൾ ഇന്നല്ലെങ്കിൽ നാളെ വരും, എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. വൃദ്ധസദനത്തിലെ ഗേറ്റിലേക്ക് അമ്മയുടെ കണ്ണുകൾ പതിഞ്ഞു നിന്നു. പക്ഷേ ഗേറ്റും തുറന്ന് ആരും വന്നില്ല. കാലം കടന്നുപോയി. അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായി. അവർക്ക് നടക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടായി. എങ്കിലും ഗേറ്റിലേക്ക് നോക്കിയിരിക്കുന്ന പതിവ് അവസാന ദിവസം വരെയും അവർ മറന്നില്ല. ഒരു ദിവസം ആരോഗ്യസ്ഥിതി വളരെ മോശമായി. അമ്മയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെട്ടു. ശ്വാസം പിടിച്ചും പൊക്കിയും കണ്ണുകൾ തുറന്നും അവൾ പതുക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, എന്റെ മക്കൾ, എന്റെ മക്കൾ വരുമോ? അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് പറഞ്ഞു, അവരെ അറിയിച്ചിട്ടുണ്ട്, മക്കൾ വരും, അമ്മ സമാധാനമായിരിക്കൂ. അങ്ങനെ കാത്തു കാത്തിരുന്ന അമ്മയെ കാണാൻ മക്കളെത്തി. അത് അവസാന നിമിഷമാണെന്ന് മാത്രം. അമ്മയുടെ കണ്ണുകൾ അവരെ കണ്ടപ്പോൾ വലിയൊരു ശാന്തത മുഖത്ത് പടർന്നു. ഒരു ചെറു ചിരി അവിടെ കണ്ടു. ലോകം പിടിച്ചടക്കിയ സന്തോഷം. എന്നെ കാണാൻ, എന്നെ കാണാൻ എന്റെ മക്കൾ വന്നു. അതും പറഞ്ഞ് അമ്മയുടെ കണ്ണുകൾ അടഞ്ഞു. ഒരു ഡയറി കൊണ്ടുവന്ന് അശ്വതി അവരെ ഏൽപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കാണാൻ വന്ന മക്കൾക്ക് അമ്മയുടെ സമ്മാനം. അത് തുറന്ന രാമുവിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോയായിരുന്നു ആ പേജിലുണ്ടായിരുന്നത്. അതിന് താഴെ അവർ ഇങ്ങനെ എഴുതി, എന്റെ മക്കൾ എനിക്കൊപ്പം ഉണ്ടെന്ന് തോന്നിയാൽ എന്റെ മരണം പോലും എനിക്ക് സന്തോഷമാണ്. പശ്ചാത്താപത്തിന്റെ കരച്ചിൽ. ജീവിതകാലം മുഴുവൻ അമ്മ കാത്തിരുന്ന ആ സ്നേഹം അവർക്ക് അന്ന് മാത്രം തോന്നി. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം. സ്നേഹം ജീവിച്ചിരിക്കുമ്പോഴാണ് കൊടുക്കേണ്ടത്, മരണശേഷമല്ല.